എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോയിൽ കൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്കൊരു ഓസിന്റെ എക്സസൈസ് ചെയ്യാൻ പോകണം. ഓസിന്റെ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഓപ്പൺ സോഴ്സ് ഇൻവെസ്റ്റിഗേഷൻ ആണ്. അപ്പോൾ ഇതിൽ നമ്മുടെ ലക്ഷ്യം എന്താന്ന് പറഞ്ഞാൽ ഒരു ട്വീറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ട്വീറ്റിന്റെ ബേസിക്കലി പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഇതൊരു ഫേമസ് ഒരാൾ ഇട്ടതാണ്. അതായത് ഒരു ടെററിസ്റ്റ് ആക്രമണം നടന്നതാണ്. ബേസിക്കലി ഇവിടെ ഒരു സൂയിസൈഡ് അറ്റാക്ക് നടന്നായിരുന്നു പാകിസ്ഥാനിൽ. അതിൽ 3 പോലീസുകാർ മരിച്ചതെന്നാണ് ഇത് പറയുന്നത്. അത് നടന്ന സംഭവം ജാനുവരി 19, 2023 ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നടന്ന സംഭവം. പക്ഷേ ഈ ഫോട്ടോ ഈ കൊടുത്തിരിക്കുന്നത് ഫേക്കാണ്. അപ്പം നമ്മളത് പ്രൂവ് ചെയ്യണം. അപ്പം ഇതുപോലെ ഒരുപാട് ന്യൂസുകൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് പിന്നെ അത് ഡിസ്പ്രൂവ് ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. ബേസിക്കലി അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള ഒരു രീതി ഞാൻ കാണിച്ചത്. അപ്പോൾ ഇങ്ങനെ ഒരു ന്യൂസ് നമ്മൾ വരുമ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ഈ ന്യൂസിനെ പറ്റിയുള്ള വേറെ ഫോട്ടോസ് കണ്ടുപിടിക്കാം. അപ്പോൾ ഇതിനെ ഡിസ്പ്രൂവ് ചെയ്യാം. അല്ലെങ്കിൽ ഫോട്ടോ വേറെ ഏതിൻ്റെയും ഇൻസിഡൻറ്റിൻ്റെയാണെന്ന് പ്രൂവ് ചെയ്യാം. നമുക്ക് രണ്ടാമത്തെ റൂട്ട് പോകും. അതായത് നമുക്ക് ഈ ഫോട്ടോ ശരിക്കും എവിടെ നിന്നാണ് വന്നതെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ കുറച്ചൊരു ഹൈ ക്വാളിറ്റി ഇമേജ് കിട്ടാൻ നമുക്ക് കിട്ടിയിട്ട് തന്നെ തപ്പിപ്പോകും. അതിന് ഇത് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇമേജ് സെർച്ച് എന്ന് പറയുന്ന സംഗതിയുണ്ട്, റിവേഴ്സ് ഇമേജ് സെർച്ച്. അതായത് ഞാൻ കാണിച്ചു തരാം. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സെർച്ച് വിത്ത് ഗൂഗിൾ ലെൻസ് ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഫോണിലും കിട്ടാവുന്നതാണ്. നമുക്ക് ഈ ടെക്സ്റ്റ് കോപ്പി ചെയ്യാം. അത് റെക്കഗ്നൈസ് ചെയ്യും ടെക്സ്റ്റ്. എന്നിട്ട് കോപ്പി ചെയ്യും. എന്നിട്ട് ന്യൂ ടാബ് എടുത്തിട്ട് ഗൂഗിളിൽ ഡബിൾ കോട്ട്സിൽ നിങ്ങൾ സെർച്ച് ചെയ്യണം. അതായത് ഡബിൾ കോട്ട്സ് അതിൽ സെർച്ച് ചെയ്തിട്ട് അതിൽ ഡബിൾ കോട്ട്സിൽ അതിട്ട് സെർച്ച് ചെയ്താൽ സെയിം വേർഡ് എവിടെയൊക്കെ ഉണ്ടോ അതൊക്കെ കാണിച്ചു തരും. അതായത് ക്ലിക്ക് ചെയ്യാം. താണ്ട അയാളുടെ ട്വീറ്റ് നമുക്ക് കിട്ടി. രജുതൻ സ്വരോഷ് എന്നാണ് പേര്. അപ്പോൾ ഇതാണ് ആ പോസ്റ്റ് ഇരിക്കുന്നത്, ജാനുവരി 19, 2023. അപ്പം നമുക്കിതിൽ ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മൾ ഈ ഫോട്ടോ റിവേഴ്സ് സെർച്ച് ചെയ്യും. അതായത് റിവേഴ്സ് ഇമേജ് സെർച്ചിങ് എന്ന് പറയും. അതായത് ഈ ഫോട്ടോ വേറെ എവിടെയൊക്കെ ഉണ്ടോ അത് നമ്മളെ കാണിച്ചു തരും. അല്ല സിമിലർ ഇമേജസ്. അപ്പോൾ റൈറ്റ് ക്ലിക്ക് സെർച്ച് ഇമേജ് വിത്ത് ഗൂഗിൾ ലെൻസ്, സെയിം പരിപാടി. അപ്പോൾ ഇതാണ് ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മളിത് ക്ലിക്ക് ചെയ്താൽ ഇത് എവിടെയൊക്കെ ഉണ്ടോ എന്നുള്ള കുറേ ഇത് കിട്ടും. നമുക്കൊരു ട്വിറ്റർ, ഓസിൻ്റെയും മീഡിയം അവിടെ കണ്ടത്. വിക്കിപീഡിയ. നമുക്ക് വിക്കിപീഡിയ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഇപ്പോൾ വിക്കിപീഡിയ നോക്കാം. കുറച്ചൊരു ഹൈ ക്വാളിറ്റി ഫോട്ടോയാണ് കിട്ടിയിരിക്കുന്നത്. ഇതിലില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പുറത്തോട്ടുള്ള ഒരു ടാങ്കും ബാക്ക്ഗ്രൗണ്ടും ഒക്കെ കിടപ്പുണ്ട്. നമുക്ക് ഇമേജ് നോക്കാം. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എ വെഹിക്കിൾ ബോൺ ഇംപ്രവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസ് ഓൺ ദ സ്ട്രീറ്റ് ഔട്ട്സൈഡ്. അതായത് ബേസിക്കലി ഒരു കാർ ബോംബ് ഇറാഖിലെ ബാഗ്ദാഡിൽ 2006 ഓഗസ്റ്റ് 27 നടന്ന സംഭവമായത്. കാർ ബോംബ് പൊട്ടിത്തെറിച്ച് 20 കാറ് പോയി, 2 പേര് മരിച്ചു, 30 പേർക്ക് പരിക്കേറ്റു. അതാണ് സംഭവം. ഇതിനെങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ വിക്കിപീഡിയ ഒരു കാര്യം ഇവിടെ കാണിച്ചു തരാം. എന്നിട്ട് ഇതിൻ്റെ മെറ്റാഡാറ്റ എന്ന് വെച്ചാൽ ഈ ഫോട്ടോ എടുത്ത് ക്യാമറയ്ക്കകത്ത് ഡീറ്റെയിൽസ് ഉണ്ടാവും. അതായത് ഇതിൻ്റെ കോപ്പി റൈറ്റ്, എവിടെ വെച്ചാണ് എടുത്തത്, എവിടെ വെച്ചാണ് എടുത്തത് ചിലപ്പോൾ കാണിക്കും, ചിലപ്പോൾ കാണിക്കത്തില്ല. ഫ്ലാഷ് ഇൻഫർമേഷൻ, ക്യാമറയുടെ സെറ്റിങ്സ്. അപ്പോൾ അത് നോക്കുവാണെന്നാണ് അതിലും ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. സ്പെസിഫിക്കലി അത് നടന്നിരിക്കുന്നത് ഓഗസ്റ്റ് 2006, 27. അതായത് 2013 അല്ല, 2006. ഇതിലെല്ലാം ഡീറ്റെയിൽസും. പക്ഷെ അതും വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം, ഫേക്ക് ചെയ്യാം. അപ്പോൾ നമുക്കത് കുറച്ചുകൂടെ ആക്യുറേറ്റ് ഉള്ള ഇൻഫർമേഷനാണ് വിക്കിപീഡിയയുടെ ഫയൽ ഹിസ്റ്ററി. കാരണം അത് എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ എഡിറ്റ്സ് എന്തൊക്കെ നടക്കുന്നുണ്ടോ അതെല്ലാം ഇത് നോട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഫയൽ ഹിസ്റ്ററി ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ ഫയൽ ഹിസ്റ്ററി ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇതാണ് മാർച്ച് 2007 ഇട്ട ഫോട്ടോയാണ്. 2013 അല്ല, അപ്പം ഇട്ട ഒരു ഫോട്ടോയാണ് 1:43. സോ ഇതൊരു ക്രെഡിബിൾ പ്രൂഫാണ്. പക്ഷേ ഇനി നമുക്ക് പ്രൂഫ് വേണമെങ്കിൽ നമുക്കിത് വേറൊരു ഇമേജ് സെർച്ച് ചെയ്ത് നോക്കാൻ പറ്റും. അതായത് ഈ ഫോട്ടോ എത്ര പഴയതാണ്. നമുക്ക് TinEye എന്ന് പറഞ്ഞ വെബ്സൈറ്റ് റിസർച്ച് ചെയ്യാം. ഞാൻ കാണിച്ചു തരാം. അതായത് TinEye.com. TinEye.com ബേസിക്കലി കുറച്ചുകൂടെ വേറൊരു സെർച്ച് എഞ്ചിനാണ്. ഇതിൽ നമ്മൾ ഈ ഫോട്ടോ കൊണ്ട് റൈറ്റ് ക്ലിക്ക്, കോപ്പി ഇമേജ് അഡ്രസ്, ഈ ഇമേജിൻ്റെ അഡ്രസ്സ് പേസ്റ്റ് ചെയ്താൽ ഒരുപാട് അതുണ്ട്. 2013, 2017 കണ്ടോ, അത്ര പുറകോട്ടുള്ള ഫോട്ടോസ് നമുക്ക് കിട്ടും. 2020 നമ്മളിതിൽ സോർട്ട് ബൈ ഓൾഡസ്റ്റ് അടിച്ചാൽ 2021, 2009 ഫോട്ടോ. പല ആർട്ടിക്കിൾസ് അതിനെപ്പറ്റി നമുക്ക് ഒരുപാട് ആർട്ടിക്കിൾസ് കിട്ടും. നിങ്ങൾക്ക് ഇത് ഇഷ്ടമുള്ള എടുത്ത് വായിച്ച് നോക്കാവുന്നതാണ്. അത് വേറൊരു പ്രൂഫാണ്. ഇനിയും കുറച്ചുകൂടെ ഒഫീഷ്യൽ പ്രൂഫ് വേണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് കിട്ടേണ്ടി വരും. അതായത് ഏതെങ്കിലും ഗവൺമെൻറ് വെബ്സൈറ്റ് വല്ല ഇതിനെക്കുറിച്ച് എടുത്തിട്ടുണ്ടോ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇൻസിഡൻറ്റ് സെർച്ച് ചെയ്ത് നോക്കാം. നിങ്ങൾ ഇൻസിഡൻറ്റ് സെർച്ച് ചെയ്യുമ്പോൾ നീട്ടി വലിച്ച് പാരഗ്രാഫ് പോലെ ഇടല്, അതിൻ്റെ ഡേറ്റ് അടിക്കുക. ആദ്യം ഡേറ്റ് എന്താ, 27 ഓഗസ്റ്റ് 2006. 27 ഓഗസ്റ്റ് 2006 ബാഗ്ദാഡ് എക്സ്പ്ലോഷൻ അടിച്ച് നോക്കാം. ഏത് രീതിയിൽ നിങ്ങൾക്ക് അടിക്കാൻ നിങ്ങളുടെ ഇഷ്ടം, നമുക്ക് വരുമെന്ന് നോക്കാം. ഇതാണ് US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസിൻ്റെ ഒഫീഷ്യൽ US ആർമി വെബ്സൈറ്റ്. അതിൽ താണ്ട് കൊടുത്തത് സെയിം ഇൻസിഡൻറ്റ് എന്തായിരുന്നു, VBID അൽസാഫ് ന്യൂസ് പേപ്പർ ബാഗ്ദാഡ് ഇറാഖ്. VBID അൽസാഫ് ന്യൂസ് പേപ്പർ ബാഗ്ദാഡ് ഇറാഖ്. നമുക്കിത് പ്രൂവ് ചെയ്യാൻ പറ്റും. ഈ സെയിം ഇൻസിഡൻ്റ് ആണ്, പക്ഷേ ഡിഫറെൻ്റ് ആംഗിളിലെ ഫോട്ടോയാണ്. ഇത് ഒരേ ഫോട്ടോ ആണെന്ന് ഞാൻ നിങ്ങൾക്ക് പ്രൂവ് ചെയ്ത് കാണിച്ചു തരാം. ഇതാണ്
ഈ ഫോട്ടോ ഈ സെയിം ഫോട്ടോ ആണെന്ന് പ്രൂവ് ചെയ്ത നമ്മുടെ ക്രെഡിബിൾ പ്രൂഫ് ഉണ്ടാവും നമുക്ക് ഈ ഫോട്ടോ ഡിഫറൻ്റ് ആണെന്ന് കാണിക്കാൻ. നമ്മൾ ഇത്രയും ഡീപ്പായിട്ട് റിസർച്ച് ചെയ്യേണ്ട ആവശ്യം ചില സമയങ്ങളിൽ നമുക്കത് പ്രൂവ് ചെയ്യേണ്ട ആവശ്യം വരുമായിരിക്കും. ഇത് ഒഫീഷ്യൽ അല്ല, ഫേക്ക് ആണ് എന്ന് സോഷ്യൽ മീഡിയയ്ക്കോ അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോഴോ പോലീസിന് അല്ലെങ്കിൽ ന്യൂസ് ചാനൽസിന്. അപ്പം നമ്മളിത് വളരെ ആക്യുറേറ്റ് ആയിരിക്കണം. അപ്പം നമുക്ക് ഈ 2 ഫോട്ടോ സൈഡ് ബൈ സൈഡ് വെക്കാം. ഇതിൽ തന്നെ ഒരുപാട് തെളിവുകളുണ്ട്. ഇപ്പം ഈ വെഹിക്കിൾ, ഈ വണ്ടി ഒരു തെളിവാണ്. ഇവിടെയും സെയിം കാറ്, ഈ ബിൽഡിങ്ങിൽ ചാരി വെച്ചേക്കുന്ന ഈ തടിയും പിന്നെ ഈ ബിൽഡിങ്ങും, ഈ ചാരി വെച്ചേക്കുന്ന തടിയും ഈ ബിൽഡിങ്ങും ഇതൊരു തെളിവാണ്. പിന്നെ ഈ ഒരു വഴി, പിന്നെ മണ്ണിൻ്റെ ടെക്സ്ചറും ആ ഒരു കളർ, ഫോട്ടോ എടുക്കുന്നതനുസരിച്ച് കളറിന് വ്യത്യാസം വരും. അപ്പം നമുക്ക് ഇവിടെ 3 തെളിവുണ്ട്. ഒന്നാമത്തെ കാര്യം, ആ ഇൻസിഡൻറ്റ് നടന്ന സംഭവത്തിനെ കുറിച്ച് ഒഫീഷ്യൽ ഗവൺമെൻറ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ 2023 മുമ്പേ ഒരുപാട് ഫോട്ടോസ് ഇൻ്റർനെറ്റിൽ വന്നിട്ടുണ്ട്. പിന്നെ വിക്കിപീഡിയയിലെ ഫയൽ ഹിസ്റ്ററി, ഇതൊക്കെ ഒരുപാട് തെളിവുകളാണ്. പക്ഷെ ഒരു തെളിവുണ്ട് ഇവിടെ തന്നെ, നമ്മൾ ഇത്രയും തപ്പിപ്പോകേണ്ട ആവശ്യമില്ലായിരുന്നു. ഞാനത് പിന്നാണ് കാണുന്നത്. ഇവിടെ സോഴ്സിൽ നേവിയുടെ വെബ്സൈറ്റ് ഉണ്ട്, എക്സാക്ട് നേവിയുടെ വെബ്സൈറ്റ് ഇത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതാണ് ലിങ്ക്, രണ്ടാമത്തെയാണ് ലിങ്ക്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് 404 എറർ പേജ്, അതോടെ എടുത്ത് കളഞ്ഞു. പക്ഷേ അത് കണ്ടുപിടിക്കാൻ വേറെ വഴിയുണ്ട്. ഇത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ലിങ്ക് അഡ്രസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ വേ ബാക്ക് മെഷീനിൽ പോവുക. വേ ബാക്ക് മെഷീൻ ഒരു വെബ്സൈറ്റിൻ്റെ പഴയ കാലം കാണിക്കും. അപ്പോൾ പഴയ സ്ക്രീൻഷോട്ട്സുകൾ ഉണ്ടോ നമുക്ക് നോക്കാം. നമുക്ക് ടൈം ട്രാവൽ ചെയ്യുന്ന പോലെ വെബ്സൈറ്റുകൾ. വേ ബാക്ക് മെഷീൻ എടുക്കുക, പേസ്റ്റ് ചെയ്യുക, എൻ്റർ ചെയ്യുക. സേവ്ഡ് 1 ടൈം, March 4, 2016 ഇട്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇത് ക്ലിക്ക് ചെയ്യുക. ഇതാണ് navy.mi, നേവിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. August 27, 2006, ബാസിറിയ, ഇറാഖ്. BBID 20 cars, 2 people, 30, ഇതിലെല്ലാം കൊടുത്തിട്ടുണ്ട്. സോ നമുക്കിത് ഫേക്ക് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. ഈ ഫോട്ടോ അല്ല യഥാർത്ഥത്തിൽ നടന്ന ഇൻസിഡൻറ്റ്. സോ താങ്ക് യു ഗൈസ്. അപ്പം ഇനി ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻ ഞാൻ ചെയ്തിട്ട് നിങ്ങളെ ഞാൻ അറിയിക്കാം, ഞാൻ ഓരോ കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത്. സോ സൈനിങ് ഓഫ്, ബൈ.